ഗൈസ് അങ്ങനെ അമ്മാൻ എയർപോർട്ടിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് വിസ, ഇന്ത്യക്കാർക്ക് വിസ ഒന്നും അറിയില്ല, അതുകൊണ്ട് ആദ്യം വിസ എടുക്കണം, എന്നിട്ട് വേണം ഇമിഗ്രേഷനിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ജോർഡാൻ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് വിസ ഇവിടുന്ന് വിസയ്ക്ക് നമ്മൾ ഇവിടുന്ന് പേ ചെയ്യണ്ട, ജോർഡാൻ പാസ് ഉള്ള ആൾക്കാർക്ക്. നമ്മൾ ജോർഡാനിലെ അമ്മാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏകദേശം 10 മണിക്കൂർ. ഇന്ന് രാത്രി 1:30 ഇവിടെ ഇറങ്ങി. ഇപ്പോൾ 1:20 പുറത്തിറങ്ങണം. പിന്നെ കുറച്ച് നമ്മൾ വർക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്ത്, സിം എടുക്കുന്നതിന് മുന്നേ വൈഫൈ അവിടെ ഉള്ളതുകൊണ്ട് വർക്ക് ചെയ്ത്. അപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂർ എയർപോർട്ടിൽ നമ്മൾ നിന്ന്, എയർപോർട്ടിൻ്റെ ഇമിഗ്രേഷൻ്റെ മുന്നേ കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ ഒമാൻ, ഈജിപ്ത് ഇതെല്ലാം കറങ്ങി. പിന്നെ നമ്മൾ കണ്ടിട്ട് ചെറുപ്പക്കാരാണല്ലോ, അപ്പോൾ എന്താ ഇവർ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച്, ഒരുപാട് മൊത്തം ഒരുപാട് ചോദിച്ച്. അങ്ങനെ ലാസ്റ്റ് നമ്മളെ എൻട്രി അടിച്ച് അവിടെയും ഓരോ കാര്യങ്ങൾ ലേറ്റായി ലാസ്റ്റ് പുറത്തിറങ്ങി. അൽഹംദുലില്ലാ. അങ്ങനെ ഐ ആം ഇൻ ജോർഡാൻ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് അമ്മാൻ ടൗണിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു ബസ് ബുക്ക് ചെയ്ത്. സെരിയ എന്ന് പറഞ്ഞാൽ സെരിയ, ഇതാണ് എൻ്റെ ടിക്കറ്റ്. ഇത് നമുക്ക് 3.300 JD ദിനാർ, അതായത് ജോർദാനിയൻ ദിനാർ അത്ര നമുക്ക്. അതായത് നാട്ടിൽ INR ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ദിനാർ നാട്ടിലെ 120 സംതിങ് ആണ്. 1 JD = 120 INR. നമ്മൾ പിന്നെ ഊബറിൻ്റെ റേറ്റ് നോക്കി. ഈ എയർപോർട്ടിൽ നിന്ന് അമ്മാൻ ടൗണിലേക്ക് ഊബറിലൊക്കെ കാണിക്കുന്നത് 36 JD. ടാക്സിക്കൊക്കെ നല്ല ഫെയർ അവിടെ. നമ്മൾ ബസ് ഇറങ്ങിയ അവിടെ നിന്ന് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് കുറച്ച് ഒരു 6 കിലോമീറ്റേഴ്സും കൂടെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു ടാക്സി, അവിടെ നമ്മുടെ അടുത്തേക്ക് വന്ന ഒരാൾ 3 പൗണ്ട് 3 ദിനാർ 3 ദിനാർ കൊണ്ട് അവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞ് അങ്ങനെ കയറി. അങ്ങനെ പോകുന്ന കുറച്ച് കഴിഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞ് പെർ ഹെഡ് 3 ദിനാർ. സാധാരണ ഒരു ട്രിപ്പിനല്ല നമ്മൾ പൈസ കൊടുക്കാം. പിന്നെ അയാൾ പറഞ്ഞ് പെർ ഹെഡ് 3 ദിനാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് പ്രശ്നമായി. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് അയാൾ ഇറക്കി വിട്ട് പറ്റില്ലെന്ന് പറയും. കുറച്ച് ഇങ്ങോട്ട് പോകുന്നു, ഒരു ഹാഫ് ഡിസ്റ്റൻസ് നമ്മൾ ഓടി ഉണ്ടാവും. ഇപ്പം നെക്സ്റ്റ് പരിപാടി പിടിക്കണം. ജോർഡാനിലെ ആദ്യത്തെ ഫുഡ് നമ്മൾ ഷവർമ ഓർഡർ ചെയ്ത്. ഷവർമക്ക് 4 JD. അങ്ങനെ നമ്മളുടെ ഫുഡ് എത്തി. യെസ്, ഇതാണ് ഷവർമ. ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഇന്നത്തെ കുറച്ച് സാലഡെല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് ഹമ്മൂസ്. സൽമാൻ കഴിക്കാൻ തുടങ്ങി. ഷവർമ കൊള്ളാം ഗൈസ്. കച്ചപ്പും കിട്ടി. ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ. ഗൈസ്, വെൽക്കം ടു ജോർഡാൻ ഡേ 2. അങ്ങനെ ഒമാനിലെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ 11:15 ഇപ്പോൾ ഇറങ്ങുന്ന പുറത്ത്. രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ വെള്ളം വാങ്ങി. ഇവിടെ ഒരു 1.5 ലിറ്ററിൻ്റെ 8 ബോട്ടിൽ കിട്ടുന്നൊരു പാക്ക്. അതിനിവിടെ നമുക്ക് റൂമത്തെ ആ ഒരു റിസപ്ഷനിസ്റ്റ് നമുക്കൊരു 1.5 JD നമുക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ വെള്ളം കുടിച്ച് എന്നല്ലാതെ നമ്മൾ ഇന്ന് എണീച്ച ശേഷം ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നലെ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. ഉച്ചക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അങ്ങനെ കുറച്ച് ലേറ്റായി. ഇന്നലെ ഫുൾ റൂമിൽ തന്നെ ആയിരുന്നു, പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല.
അപ്പോൾ ഓക്കെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഹോട്ടൽ അന്വേഷിച്ച് ഫലാഫിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. ഇവിടെ ആദ്യം തന്നെ ഒരു സലാഡ് തന്നെ നമുക്ക്. സലാഡിൽ എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് പുതിന തോന്നുന്നുണ്ട്, പുതിന, പിന്നെ ഇവിടുത്തെ ഉള്ളി, പിന്നെ ടൊമാറ്റോ, പിന്നെ ഇവിടെ ഈ ഒരു സാധനം ഉണ്ട്. ഇത് ഇന്നലെയും നമുക്ക് ഷവർമയിൽ കൂടെ കിട്ടിയിരുന്നു. ഇത് അടിപൊളി സാധനം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതന്നെ ഉള്ളു. പിന്നെ കുറച്ച് ഇതുണ്ട്, എന്താണെന്നറിയില്ല. ഒരു റൊട്ടിയും കിട്ടി. സഫർ ഓർഡർ കൊടുക്കുക. നമ്മൾ ഫലാഫിലും ഫ്രഞ്ച് ഫ്രൈസും പറയാനുള്ള പ്ലാനില്ല. അങ്ങനെ നമ്മളുടെ ഫുഡ് എത്തി. ഫ്രഞ്ച് ഫ്രൈസ്, ഫലാഫിൽ, പിന്നെ ഹമ്മൂസിൽ കുറച്ച് കടലെല്ലാം ഉണ്ട്. ഒരു ഫലാഫിൽ എടുത്തിട്ട് ഹമ്മൂസിൽ ഇങ്ങനെ മുക്കി അങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞത്. കുഴപ്പമില്ല. പിന്നെ റൊട്ടി കഴിച്ചോട്ടെ. റൊട്ടി ഹമ്മൂസിൽ റൊട്ടി കഴിച്ചോട്ടെ. ഹമ്മൂസിൻ്റെ കൂടെ കടലയും കൂട്ടി പിടിച്ചു. ഹമ്മൂസ് രക്ഷപ്പെട്ടു. ഇവിടുത്തെ കട്ടൻ കുടിച്ചോട്ടെ. മധുരം പോരാ, കുറച്ച് മധുരം ഇട്ടിട്ട്. ഗ്രൈൻഡ് ചെയ്ത ഷുഗറാണ്, നമ്മൾ ഇളക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഓക്കെ, ഇതാണ് അമ്മാൻ ഡൗൺ ടൗൺ സിറ്റി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനി ഞാൻ മുന്നേ ഇവിടെ വന്ന മലയാളി ബ്ലോഗേഴ്സിനൊക്കെ ഇതിൽ കണ്ടിരുന്നു. അമ്മാനിൽ വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ്, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുനാഫ ഉണ്ട്. ഇവിടുത്തെ ഹബീബ എന്നാണ് ആ കഫേൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ കുനാഫ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കി ഇങ്ങനെ നടക്കുക. ഹബീബ ഹജ് മഹ്മൂദ് ഹബീബ ഇൻസ്റ്റൻസ്. ഇതാണ് ആ ഷോപ്പ്. ഇവിടെ പുറത്തുനിന്ന് കാണാം. നല്ല നല്ല സ്വീറ്റ്സ് ഉണ്ട്. കുനാഫ, വെറൈറ്റി ഓഫ് കുനാഫാസ്. പിന്നെ ഇവിടെ ഒരുപാട് അറബിക് സ്വീറ്റ്സ് ഉണ്ട്. ഓക്കെ, നോക്കട്ടെ ഇവിടുത്തെ റേറ്റൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട്. ഗൈസ്, അങ്ങനെ കുനാഫ കിട്ടി. കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ഇവിടുത്തെ വനില്ല കേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. കാണാനൊക്കെ അടിപൊളിയാണ്. രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല തണുപ്പാ.
ഷർട്ടും അതിൻ്റെ മേലെ നല്ല തണുപ്പാണ്. എത്തിയതിനു ശേഷം നല്ല തണുപ്പാണ് ഇന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷം. അപ്പോൾ ബാഗിലൊരു സാധനം ഉണ്ടായിരുന്നു, ഈജിപ്തിൽ നിന്ന് നമ്മൾ വാങ്ങി. യെസ്, ഷോൾ. ഇതിന് വേറെ ഇവിടെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. ഇവിടെ ഫലസ്തീനുള്ള സപ്പോർട്ട് അതിനു വേണ്ടി ഇവർ യൂസ് ചെയ്യുന്ന ഷോളാണ്, ഫ്ലാഗാണ്. അപ്പം ഇന്ന് എൻ്റെ വക ഫലസ്തീൻ ഐക്യദാർഢ്യം. ഓക്കെ. അപ്പോൾ മൻസഫ് എന്ന് പറഞ്ഞാൽ മന്തി, നാട്ടിലെ മന്തി മൻസഫ് ഉണ്ട്. മൻസഫ് നമ്മൾ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ കണ്ട് മാപ്പ് നോക്കിയപ്പോൾ, അപ്പം അത് നോക്കി പോവാം. ചിക്കൻ മൻസഫ്, ചിക്കൻ മന്തി. യെസ്, ചിക്കൻ ഇൻ ജോർഡൻ, ചിക്കൻ മൻസഫ്. എനിക്കിത് ഒന്ന് തന്നെയാണോ കൊണ്ടുവരുന്നൊരു ഡൗട്ടുണ്ട്. എല്ലാവർക്കും കൂടിയിട്ട് ഒന്നായിരിക്കുമോ? എന്താ പറയുക, ഒത്തൻറ്റിക് ഫേമസ് ഗൈസ് അങ്ങനല്ല, മൻസഫ് ജോർഡാൻ ചിക്കൻ മൻസഫ്. എന്താ വീഡിയോ എടുക്കാൻ കാത്തിക്കുന്നില്ല? നീ വീഡിയോ എടുക്കാൻ കാത്തുന്ന റൈസ് മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം ലെഗ് പീസ് എടുത്ത് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ട്. ഇതാണ് ജോർഡാനിലെ ചിക്കൻ മൻസഫ്. അതിൻ്റെ ലെഗ് പീസ് രസമില്ല. ഇതൊരു ഒതന്റിക്കൊക്കെ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒതന്റിക്ക് എനിക്കിഷ്ടമില്ല. ഒതന്റിക്ക് നമ്മുടെ നാട്ടിലെ എരിവും ഉപ്പും നീളൊക്കെ ഒന്ന് പുരട്ടിയിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് ചിക്കൻ്റെ മേലെ കുറച്ച് ഓയിൽ വരട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കും, അത്രേ ഉള്ളൂ. രസമില്ല. ഡോണ്ട് ട്രൈ ദിസ് ഗൈസ്. ഗൈസ് മൻസഫ് ഫെയിൽഡ്, ടോട്ടലി ഫെയിൽഡ്. റൈസിൽ ഒരു സാധനം ഇടാത്തതുകൊണ്ട് റൈസ് കഴിക്കാം. ഇത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഈ സാധനം തൊടാനേ പറ്റുന്നില്ല. സൽമാൻ്റെ റിവ്യൂ മലയാളി 10ൽ 2, തലശ്ശേരിക്കാരൻ 10ൽ 1. അത്രയും നീ താഴ്ത്തി വെച്ചതടാ. ഞാൻ എത്ര കൊടുക്കും? ഞാൻ ഒരു 10ലൊരു 4.5 കൊടുക്കും ഭക്ഷണം. എന്നാലും ഇവിടുത്തെ ഒരു ഒതൻറ്റിസിറ്റി നോക്കുന്ന സമയത്ത് ഇത് ടേസ്റ്റാണ്. ഗൈസ് അങ്ങനെ നമുക്കൊന്ന് മനസ്സിലായി, ഈ ഒത്തൻറ്റിക് സാധനം ഒന്ന് ഒരുപാട് ട്രൈ ചെയ്യണം, എന്നിട്ട് പറയണം ആൾക്കാരോട്. ട്രൈ ചെയ്തെന്ന് പറയാം, അല്ലാണ്ട് വായിൽ വെക്കാൻ ജസ്റ്റ് ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യ കേരളത്തിൽ വെരി നോട്ട് ടേസ്റ്റി. നമ്മളെപ്പം ട്രൈ ചെയ്യുന്നേരം ഒറ്റം ചേർന്ന് നോക്കി പോകണം. ഇതെറ്റും ചെറുതാ, പക്ഷേ ഏറ്റവും ചെറുതിന് ഇവിടെ നല്ല റേറ്റാണ്. ഏറ്റവും ചെറിയ ഇത് നല്ല റേറ്റ് 6,500. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ 700-ന്റെ മേലെ 800-ന്റെ അടുത്ത് 800-850 അടുത്ത് വരും. ഹാഫിന് കിട്ടും. ഹാഫ് മൻസഫിനാണ് ഈ പറഞ്ഞ റേറ്റ്. മന്തി കഴിച്ച് വയറുമില്ലാത്തതുകൊണ്ട് ഷവർമ അടിക്കാൻ പോവാം. ഇവിടെ ഫലസ്തീൻ്റെ കുറേ പരിപാടികളൊക്കെ കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫലസ്തീൻ്റെ ഫ്ലാഗ് വീശിട്ട് ഓണടിച്ച് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല റഷാ ഹമ്മാൻ സിറ്റി ഡൗൺ ടൗൺ. ബീലബാൻ ഉണ്ട് ഇവിടെ, അപ്പോൾ ബീലബാൻ അടിക്കട്ടെ. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരുപാട് കാറുകൾ ഇങ്ങനെ ഫലസ്തീൻ്റെ ഫ്ലാഗും വെച്ചിട്ട് ഇങ്ങനെ ഹോണടിച്ച് ഒരു സെലിബ്രേഷൻ മൂഡിൽ പോകുന്നുണ്ട്. ഇവിടെ ഏറ്റവും നൈബർ കൺട്രിയാണ് ഫലസ്തീൻ, ജോർഡാൻ്റെ. അപ്പം എന്തായാലും ഫലസ്തീൻ എന്നായിരിക്കും ഇവരുടെ മൈൻഡിൽ. അപ്പോൾ ഇവരുടെ ഫ്ലാഗും അതേപോലെ തന്നെ ജോർഡാൻ്റെ ഫ്ലാഗ്, അതിൻ്റെ മേലെ ഫലസ്തീൻ്റെ ഫ്ലാഗിൻ്റെ മേലെ ഒരു സ്റ്റാർ, അത് ആ റെഡ് പോർഷനിൽ സ്റ്റാർ വെച്ചാൽ ജോർഡാൻ്റെ ഫ്ലാഗായി. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു രണ്ട് കൺട്രി തമ്മിലുള്ള ആ ഒരു സ്നേഹവും ആ ഐക്യവും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും.